സ്നേഹം വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം യാചകരെ കുറിച്ചാണ്. യാചകരാരാണ്, യാചകരുടെ പ്രശ്നങ്ങൾ ഏതെല്ലാമാണ്, എങ്ങനെ ഒരുവൻ യാചകനായിട്ട് വരുന്നു, അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ പരിഹരിക്കാം, ഇതിനെക്കുറിച്ചാണ്. ഞാൻ സെമിനാരി കാലത്ത് തന്നെ ഈ യാചകരോടൊരു ആഭിമുഖ്യം കാണിച്ചിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച നടക്കാൻ പോണ സമയത്ത് ഈ യാചകരുടെ അടുത്ത് പോയിരുന്ന് അല്ലെങ്കിൽ അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഒക്കെ നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ യാചകരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു ചെറിയ സംഘടന പോലെ ഉണ്ടാക്കി. സെമിനാരി കാലത്ത് 2-3 ബ്രദേഴ്സ് കൂടിയിട്ട് സംഘടന പോലെ ഉണ്ടാക്കി. ഒരു തവണ ഞങ്ങൾ യാചകരുടെ ഒരു മഹാസമ്മേളനം വിളിച്ചു കൂട്ടി. മഹാസമ്മേളനം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഒരു 10-15 പേരെ വന്നോളൂ. ഏതായാലും അനുവാദമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ ഒരുമിച്ച് കൂടി അവർക്ക് റെക്ടറച്ചനെ കൊണ്ട് ചില ഭക്ഷണമൊക്കെ കൊടുക്കാനും അവർക്ക് തുണി കൊടുക്കാനും ഒക്കെ അറേഞ്ച് ചെയ്ത് അവരുടെ ചെറിയ കലാപരിപാടിയൊക്കെ ഒന്ന് നടത്തി നോക്കി. ഏതായാലും ഞങ്ങൾക്ക് ഒത്തിരി ബോധ്യങ്ങൾ അത് വരാനായിട്ട്, കാരണം സമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കേണ്ടവരാണ് അച്ഛന്മാർ. അപ്പോൾ കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ, അച്ഛനാകാൻ പഠിച്ചിരുന്ന കാലത്ത് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അവരെ ഒന്ന് സഹായിക്കാനായിട്ട് തലങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്, യാചകരായിട്ട് വരുന്നവർ ആദ്യമൊക്കെ ചിന്തിച്ചിരുന്ന വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നതാണ് ദാരിദ്ര്യത്തിലായിരുന്നുകൊണ്ട് യാചകരായിട്ട് നടക്കുന്നു എന്നാണ്. യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയല്ല. പലരും ഇതേമാതിരി നശിപ്പിച്ച് തവിടുകൂടിയാക്കി വന്നവരാണ്. ഒരു നല്ല ശതമാനം പേര് ഈ മദ്യപാനികളായിരുന്നവരാണ്. ചിലപ്പോൾ 5-6 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നവർ കുടിച്ച് നശിപ്പിച്ച് ജപ്തി നോട്ടീസും വന്ന് തവിട് പൊടിയായി വീട്ടിൽ നിന്ന് ചിലപ്പോൾ മക്കളെല്ലാവരും കൂടി അടിച്ചിറക്കി വിട്ടിരിക്കുന്ന കേസുകളാണ് ഒന്ന്. രണ്ടാമത്തെ കാറ്റഗറി തലം മാനസിക രോഗികളായിട്ടുള്ളവരുണ്ട്. വീട്ടിൽ നിന്ന് ചിലപ്പോൾ അറിയാതെ തന്നെ ഇറങ്ങി വന്ന നല്ല മനുഷ്യരും കാണും കേട്ടോ. മാനസിക രോഗിയായി, വീട്ടിലൊരു ഭയം ഉണ്ടായി, ഒരു പ്രശ്നമുണ്ടായി, അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അവസാനം തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന വ്യക്തികളായിട്ട് ഉണ്ടാകാം. അങ്ങനെയുള്ള നല്ലൊരു ശതമാനം പേരും സ്കിസോഫ്രീനിയ രോഗത്തിന് അടിമയുള്ളവരാണ്. സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ മാറാപ്പുമായിട്ട് നടക്കുന്നവർ. മാറാപ്പിൻ്റെ അകത്ത് ഒത്തിരി കാശൊന്നും ആയിരിക്കില്ല കേട്ടോ. മാറാപ്പിൻ്റെ അകത്ത് ചിലപ്പോൾ ഈ ചില്ലത്തുണി, പാത്രം, ഈ സാധനങ്ങളൊക്കെ അങ്ങനെയുള്ള തലങ്ങൾ കാണും. എന്നാൽ ചിലരുടെ മാറാപ്പിൻ്റെ അകത്ത് കണ്ടമാനം കാശും കാണും. ചിലപ്പോൾ 2-3 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നതെല്ലാം ചുരുക്കൂട്ടി ഭക്ഷണം പോലും കഴിക്കാതെ കൊണ്ട് കൂട്ടി വെച്ച് ആൾ മരിച്ചു കഴിഞ്ഞാൽ മാറാപ്പ് തുറന്നു നോക്കിയപ്പോൾ 3-4 ലക്ഷം രൂപ. മനസ്സിലായോ? പാസ്ബുക്കും ഇതൊക്കെ കണ്ടെന്ന് വരും. അങ്ങനെയുള്ള കേസുകളും കാണാറുണ്ട്. അപ്പോൾ ഈ സ്കിസോഫ്രീനിയ രോഗികളൊക്കെ ആണെങ്കിൽ അവരെ റീഹബിലിറ്റ് ചെയ്ത് ഏതെങ്കിലും മാനസിക കേന്ദ്രത്തിൽ കൊണ്ടുവന്നാക്കി അവർക്ക് മരുന്നൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർ അല്പം നന്നായി എന്ന് വരാം. വീട്ടിൽ നിന്ന് അസ്വസ്ഥരായിട്ടുള്ള വീട്ടിൽ നിന്ന് ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കി വന്ന പാർട്ടീസൊക്കെ ആണെങ്കിൽ അപ്പോൾ ചിലപ്പോൾ സംശയരോഗമൊക്കെ ആയിരിക്കും. ഈ സംശയരോഗത്തിന് മരുന്നും കൊടുത്ത് അവരെ പിക്കപ്പ് ചെയ്ത് അതിന് ശേഷം വീട്ടിലെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കാനായിട്ടും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ സേവനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വ്യക്തികൾ ബന്ധപ്പെട്ടിട്ട് വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൊണ്ടുപോകാനായിട്ട് ഉള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഈ യാചകരെ റീഹബിലിറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഞാൻ പറയും, യാചകരാണെങ്കിലും എല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്, ധർമ്മക്കാരാണ്. അവരെ അവജ്ഞയോടുകൂടിയല്ല നോക്കേണ്ടത്, സഹതാപത്തോടും സ്നേഹത്തോടും കൂടിയാണ് നോക്കേണ്ടത്. ഇപ്പോൾ മുടിച്ചു നശിച്ചാൽ പോന്നേക്കണമെങ്കിൽ പോലും ഞാൻ പറയും, അവനെ ഏതെങ്കിലും സെൻറ്ററിൽ കൊണ്ടുവന്നാക്കിയിട്ട് അവനെ ജീവസന്ധാരണത്തിന് ഉള്ളത് നമ്മൾ സമൂഹം കൊടുക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുണ്ട്. അതുകൊണ്ടാണ് 10-30 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഇഷ്ടംപോലെ യാചകരുണ്ടായിരുന്നു. ഇപ്പം അധികം പേരില്ല, ഒത്തിരി മാറിയിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ളവർ റീഹബിലിറ്റേഷൻ സെൻറ്റർ, കരിസ്മാറ്റിക് ധ്യാനം എല്ലാം വന്നതിന് ശേഷം പല വ്യക്തികളും സമൂഹത്തിലുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സ്, ആത്മായരാണ് ഏറ്റവും കൂടുതൽ ഈ കൂട്ടത്തിൽ ഞാൻ കണ്ടത്. ഏറ്റവും ഡെഡിക്കേറ്റഡായിട്ട് അവർ ആത്മാർത്ഥമായിട്ട് അവരെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി പിക്കപ്പ് ചെയ്യുന്ന അനേക സ്ഥാപനങ്ങൾ കേരളത്തിലുടനീളമുണ്ട്. കൃത്യമായി മരുന്ന് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് എടുക്കുന്ന അവരുടെ കഴിവനുസരിച്ച്. അപ്പോൾ ആ തരത്തിൽ ചെയ്യുന്ന അനേകം തലങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ഗവൺമെൻറ് ആണെങ്കിലും, ഗവൺമെൻറ് ഇപ്പോൾ എന്തുമാത്രം പൈസ ഓരോ കാര്യത്തിനും ചിലവഴിക്കുന്നുണ്ട്. ഞാൻ പറയും, ഓരോ ടൗൺ ഏരിയയിലും ഓരോ മുനിസിപ്പാലിറ്റിയും ഓരോ കോർപ്പറേഷനും
ചില സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇവരെ കൊണ്ടുവന്ന് മറ്റുള്ള വോളണ്ടിയേഴ്സുടെ ഏജൻസീസിൻ്റെ സഹായത്തോടുകൂടി അവരുടെ എല്ലാ മേഖലകളും, ശാരീരിക മേഖല, മാനസിക മേഖല, ആധ്യാത്മിക മേഖല, കുടുംബ മേഖല, ഇങ്ങനെയുള്ള വിവിധ മേഖലകൾ പിന്നെ എന്നതാണ് വർക്കൗട്ട് ചെയ്ത് അവരെ രക്ഷിക്കാനായിട്ട് നമുക്ക് കടമയുണ്ട്, നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തലങ്ങൾ, അതുപോലെ തന്നെ ഇങ്ങനെ ആരംഭത്തിൽ തന്നെ ഇവരെ റീഹബിലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തന്നെ കഴിവുള്ളവരുണ്ട്, ജോലിയൊക്കെ ചെയ്യാൻ കഴിവുള്ളവർ, അത് കുറേയൊക്കെ പോയതായിരിക്കും, ഈ മാനസിക രോഗം കൊണ്ട് ഒക്കെ പോയതായിരിക്കാം. അപ്പോൾ ആ രോഗത്തിന് വേണ്ട മരുന്നുകളും ചികിത്സയും കൂടുതലും ഞാൻ കാണാറുള്ളത് ഈ തെരുവുകളിൽ കാണുന്നത്, ഒന്ന് പിന്നെ സ്കിസോഫ്രീനിയ രോഗികൾ ഞാൻ പറഞ്ഞു, രണ്ടാമത് ഈ പാരനോയിയ എന്ന് പറയുന്ന സംശയ രോഗികളായിട്ടുള്ളവർ, മൂന്നാമത്തത് പിന്നെ ഈ മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് എന്ന് പറയും. ചില സമയത്ത് മൂഡ് ഔട്ടാണ്, അങ്ങനെയാണ്. ചില സമയത്ത് ഇവർ അപ്പായിട്ട് സാധനങ്ങൾ വലിച്ചെറിയും, സാധനങ്ങൾ നശിപ്പിച്ച് കളയും, ഇങ്ങനെയൊക്കെയുള്ള ഈ MDP കേസുകളുണ്ട്. അപ്പോൾ ഈ മൂന്നും കടുത്ത മാനസിക രോഗങ്ങളാണ്, സൈക്കോട്ടിക് കേസുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിന് അതിനോടൊപ്പം തന്നെ ഹാലൂസിനേഷൻ ഉണ്ടാവും, മറ്റുള്ളവർ എന്നെ ഉപദ്രവിക്കാൻ വരുന്നു, എനിക്കെതിരായിട്ട് ഗൂഢാലോചന നടത്തുന്നു, അച്ചോ ഞാനിങ്ങനെ മറ്റുള്ളവരെ എന്നെ ഉപദ്രവിച്ചതുകൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, മറ്റുള്ളവർ ശരിക്കും ഉപദ്രവിക്കുന്നതായിരിക്കുകയല്ല, ഇവന് തോന്നുന്നതായിരിക്കും. അവന് തോന്നണമെന്ന് പറഞ്ഞാൽ ഈ രോഗത്തിൻ്റെ തലമായിരിക്കും. അപ്പോൾ അതിന് അല്പം മെഡിസിനോടെ കൂടും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള രോഗങ്ങളാണെന്ന് മനസ്സിലാക്കാനോ അവരെ സഹായിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല. ഏറ്റവും മാനസിക ആശുപത്രികളിൽ പോലും ഇങ്ങനെ മാനസിക രോഗികളെ റീഹബിലിറ്റ് ചെയ്യുന്ന സെൻറ്ററുകളിൽ പോലും ഇത് രോഗമാണെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനായിട്ടോ പലപ്പോഴും സാധിക്കുന്നില്ല. അത് കൊണ്ടൊന്ന് ഇടുന്നു. കോർപ്പറേഷൻ്റെയൊക്കെ സെൻറ്റേഴ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആളുകളെ കൊണ്ടുവന്ന് ഇടുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അത് ശാരീരിക ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. ശാരീരിക ആവശ്യം മാത്രം പോരാ, മാനസിക ആവശ്യങ്ങളുണ്ട്. മനുഷ്യന് സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുണ്ട്. അത് വേണ്ടത്ര ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ കുടുംബങ്ങളിലും ഇതുപോലെ തന്നെ മാനസിക രോഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് ഞാൻ ഏതാനും വീഡിയോസ് മാനസിക രോഗങ്ങൾ, വിവിധ മാനസിക രോഗങ്ങളെക്കുറിച്ചുള്ള ഏതാനും വീഡിയോസ് ഞാൻ എൻ്റെ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിക്കുകയാണെങ്കിൽ ഒരു 8-10 വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് വായിക്കുകയാണെങ്കിൽ ഏതാണ് നമ്മൾ സാധാരണ കാണുന്ന മാനസിക രോഗങ്ങൾ, അതിൻ്റെ ലക്ഷണം എന്തെല്ലാമാണ്, എങ്ങനെ അത് പരിഹരിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസ് അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയും, ഈ യാചകരായിട്ടുള്ള വ്യക്തികളെ അതുപോലെ തന്നെ അവരെ എൻകറേജ് ചെയ്യുകയല്ല ചെയ്യേണ്ട, അലഞ്ഞ് നടന്ന് രോഗങ്ങൾ പരത്താനായിട്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള രോഗികളിൽ പിന്നെ എന്താണ് ലൈംഗിക രോഗങ്ങളുണ്ടാകാം, അതുപോലെ എയ്ഡ്സ് പോലുള്ള രോഗങ്ങളുണ്ടാകാം, പിന്നെ സാംക്രമിക രോഗങ്ങൾ പലർക്കും ഉള്ളതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള തരങ്ങൾ, സ്കിൻ ഡിസീസ്, ഇങ്ങനെയുള്ള പലതുമുണ്ട്. അപ്പോൾ അതൊക്കെ പരത്താതിരിക്കാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ നിവൃത്തിയുള്ളിടത്ത് ഏതെങ്കിലും റീഹബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടുവന്നാക്കുക. ഇങ്ങേറ്റം പോലീസിൻ്റെ സഹായം മേടിച്ചാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയണത്. നമ്മുടെ ഈ തെരുവിലൊക്കെ അലയുന്ന വ്യക്തികളെ പോയിട്ട് നന്നായിട്ട് നോക്കണം ഇതുങ്ങളെ. പിന്നെ അല്ലാതെ കൊണ്ട് വെറുതെ കൊണ്ടുപോയി മുറിക്കകത്തിട്ട് ഒരു കുറച്ചൊരു സെൻറ്ററിൽ കൊണ്ടുവന്ന് ഇട്ടതുകൊണ്ട് കാര്യമില്ല. ഇന്നിപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു മാറ്റം വന്നിട്ടുണ്ട്, മനസ്സിലായോ? അവർക്ക് വേണ്ട മാനസിക രോഗങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടുപിടിക്കും. വെറും മരുന്ന് മാത്രമല്ല കേട്ടോ. പലപ്പോഴും നമ്മളിങ്ങനെയുള്ള മാനസിക കേന്ദ്രങ്ങളിൽ ചുമ്മാ മരുന്ന് കൊടുത്തിട്ടും മരുന്നും ഭക്ഷണവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആയില്ല. അതൊരു തലയാവും. കാരണം സ്കിസോഫ്രീനിയ പോലുള്ള രോഗമുള്ളവരെ നമ്മൾ റീഹബിലിറ്റി ചെയ്യണം. ഈ മരുന്ന് മാത്രം പോരാ, ഒത്തിരി സ്നേഹം വേണം. ഒരുത്തൻ്റെ പുറകെ നടന്ന് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യിച്ച് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മുടെ സെൻറ്റേഴ്സിൽ അധികം ഇല്ല. ഇനി അതൊക്കെ നമ്മൾ പിന്നെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ഞാൻ പറയുന്ന ഗവൺമെൻറ്റൊക്കെ ഈ തലങ്ങളിലേക്ക് കുറച്ചുകൂടി ഒരു അറ്റൻഷൻ വേണ്ടി വരും. ജയിലുകളിലും ഇല്ല വേണ്ടത്ര ഒരു മാനസിക തലങ്ങൾ അപ്രോച്ച്, കൗൺസിലേഴ്സോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനോ അവർക്ക് വേണ്ടത്ര റീഹബിലിറ്റേഷൻ കൊടുക്കാനോ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ നമുക്ക് വളരെ കുറവാണ്, പരിമിതമാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയൊക്കെ ഈ തലങ്ങളിലേക്ക് പ്രിസൺ മിനിസ്ട്രി, അതുപോലെ തന്നെ ഈ പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള പ്രത്യേക ഗ്രൂപ്പുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അത് ഒത്തിരി പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങണം. ഫ്രാൻസിസ് പാപ്പ പറയും, നിങ്ങൾ അതിരുകളിലേക്ക് ഇറങ്ങണം, പാവപ്പെട്ടവരിലേക്ക്, ദുഃഖിതരിലേക്ക്, പിന്നെ മാനസിക രോഗികളിലേക്ക് ഇറങ്ങണം. നമ്മുടെ സഭയുടെ തന്നെയാണെങ്കിലും പ്രവർത്തനം വൻകിട കെട്ടിടങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള തലങ്ങളാണ് സഭയും ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ ഗവൺമെൻറ്റും ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാം സ്ഥാനം മറ്റുള്ളതിനൊക്കെ കൊടുക്കേണ്ടത്.
അപ്പോൾ അതുകൊണ്ട് വൻകിട കെട്ടിടങ്ങൾ പണിയുന്നു, അത് പിന്നെ അടിച്ചു പൊളിച്ച് താഴെ ഇറക്കിയിട്ട് വേറെ വൻകിട കെട്ടിടം പണിയുന്നു, കിച്ചൺ അടിച്ചു പൊളിച്ചിട്ട് വേറെ കിച്ചൺ പണിയുന്നു. ഇങ്ങനെയൊക്കെയുള്ള തരങ്ങളിലേക്ക് നമ്മുടെ പണം ഉപയോഗിക്കാതെ നമുക്ക് കിട്ടുന്ന ഓരോ പൈസയും, നമുക്ക് കിട്ടുന്ന ആരോഗ്യവും, നമുക്ക് കിട്ടുന്ന തലവും പിന്നെ ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടിയിട്ട് ചിലവഴിക്കണം. അതിനൊരു മനസ്സാക്ഷി നമ്മൾ രൂപീകരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ആളുകൾ തന്നെയാണെങ്കിൽ ഞാൻ പറയും, വലിയ പിന്നെ ദുബായിൽ നിന്ന് കുറേ കാശുകളുണ്ടാക്കി ഒരു വലിയ പിന്നെ കെട്ടിടം അങ്ങോട്ട് പണിതു, അതിൽ സുഖമായിട്ട് AC റൂം ഇട്ട് പിന്നെ ജീവിക്കുന്ന അതല്ല വേണ്ടത്. ഇന്ന് ഞാൻ പറയും, നമുക്ക് പണം കിട്ടിയെങ്കിൽ പിന്നെ എന്നതാണ് അത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക, മറ്റത് മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. ഒരു നല്ല ശതമാനവും സമൂഹത്തിലെ ഈ പാവപ്പെട്ട ദരിദ്രരായ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുക. ഇന്ന് ദാരിദ്ര്യം കൂടി വന്നു, ഇനി ധർമ്മക്കാരും അസ്വസ്ഥയുള്ളവർ കൂടും. കാരണം എല്ലാം തന്നെ കടക്കെണിയിലാണ്, കടക്കെണി കൂടി വരുന്നു. അതുപോലെ തന്നെ ഊരാക്കുടുക്കുകൾ പലരും ഇതേമാതിരി കുടുക്കി ചെന്ന് പെടുന്നു കെണിയിൽ. പിന്നെ എന്നതാണ് ബ്ലൈഡ് കമ്പനിയുടെ തരുന്ന കിട്ടാവുന്നിടത്തിലൊക്കെ കടം മേടിച്ച് മനുഷ്യൻ്റെ ഈ ആസക്തിയുടെ പുറകെ പോകുന്നു. ഇതുപോലെ തന്നെ പ്രേമബന്ധങ്ങളിൽപ്പെട്ട് തകർന്ന തരിപ്പണമായിട്ടുള്ളവർ, കുടുംബജീവിതം തകർന്നവരൊക്കെ ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഈ പിന്നെ യാചകരൊക്കെ ആയിട്ട് വരുന്നത്. കുടുംബജീവിതം തകർന്ന നിരാശയായിട്ട് വരുന്നവർ, അങ്ങനെയൊക്കെയുള്ളവരെ നമ്മൾ കുറച്ച് സഹായിച്ച്, പിന്നെ സാമ്പത്തിക സഹായത്തേക്കാൾ ഉപരിയായിട്ട് മാനസിക സഹായം അതാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. മാനസിക സഹായവും സോഷ്യൽ റീഹബിലിറ്റേഷനും ഒക്കെ നടത്തി ഇവരെ രക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള താല്പര്യമുള്ള വ്യക്തികൾക്ക് ഇത് അയച്ചു കൊടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി.